സ്വാഗതം ശ്രീ സ്റ്റാലിൻ ദേവൻ. ഈ വഖഫ് ബോർഡ് ഭേദഗതി നിയമം അത് നമ്മളിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ അവരോടൊട്ട് കൂറ് കാണിച്ച് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഭേദഗതി നിയമം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മതപരമായ അവകാശങ്ങളെ ബാധിക്കുമോ ഇല്ലയോ, അതാണ് നമുക്കറിയേണ്ട ഒരു കാര്യം. മിക്കവാറും എല്ലാവരും ഈവൻ പാർലമെന്റ് തൊട്ട് നമ്മളെ പഞ്ചായത്തുകളിൽ വരെ ചർച്ച എന്ന് പറയുന്നത് ഈ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 26 മുസ്ലിങ്ങൾക്ക് നൽകുന്ന മതപരമായ അവകാശങ്ങളെ ഹനിക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 26 എന്താണ് പറയുന്നത്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, morality and health, every religious denomination or any section thereof shall have the right to. ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ എവരി റിലീജിയസ് ഡിനോമിനേഷൻ എന്നുള്ള വാക്കിനെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ റിലീജിയസ് മൈനോറിറ്റി ആയി ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അവർക്കുള്ള റൈറ്റുകൾ എന്തൊക്കെയാണ്? To establish and maintain institutions for religious and charitable purposes, to manage its own affairs in matters of religion, to own and acquire movable and immovable property, and to administer such property in accordance with law. അപ്പോൾ നമ്മുടെ ശബരിമല കേസിൽ ഈ സ്ത്രീ പ്രവേശനത്തിനെ എതിർത്ത, അതായത് ദേവസ്വം ബോർഡായാലും ശരി, മറ്റേ രാജകുടുംബമായാലും ശരി, തന്ത്രിയായാലും ശരി, എല്ലാവർക്കും രണ്ട് വാദം ഉണ്ടായിരുന്നു. അത് വളരെ പൂർലി ഡിഫെൻഡഡ് ആയിട്ടുള്ള ഒരു കേസുമാണ്. ഒന്ന്, അവർ പറഞ്ഞു അയ്യപ്പൻ എന്നുള്ളത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. രണ്ട്, അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ്. അവർക്ക് ആർട്ടിക്കിൾ 26 പ്രകാരം ഉള്ള പ്രത്യേക പരിഗണനയ്ക്ക് അർഹരാണ്. അതുകൊണ്ട് സ്ത്രീകളെ കയറ്റാൻ പറ്റൂല, അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്നായിരുന്നു വാദം. ഈ രണ്ട് വാദമുണ്ടല്ലോ ഇതും പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നോ, അയ്യപ്പന്മാരെന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. അപ്പോൾ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും മെയിനായിട്ടുള്ള ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യനാവട്ടെ, മുസ്ലിം ആവട്ടെ, ഇവരുടെ അടിയിൽ വന്നിട്ട് ചില സബ്സെക്ട്സ് ആണ്. ഇവർക്ക് പ്രത്യേക വിശ്വാസങ്ങളും പ്രത്യേക ആചാരങ്ങളും, ഇവർ തമ്മിൽ ഭയങ്കര ഒരു കൂട്ടായ്മയായിരിക്കും. ഇവരെ ആൾക്കാർക്ക് മറ്റുള്ള മതവിഭാഗങ്ങളെ കാണാത്ത ഒരു കൂട്ടായ്മയും പിന്നെ ഒരു പ്രത്യേക വേ ഓഫ് ലൈഫും ഒക്കെയാണ് ഈ ഡിനോമിനേഷന് ഉള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അവർക്ക് പിന്നെ ഒരു മതപരമായ വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രത്യേകത കാണും, മറ്റുള്ളവരെക്കാളും പ്രത്യേകിച്ച് കാണും. അപ്പോൾ അതിലാണ് ഈ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ളതല്ല. മറ്റുള്ള എല്ലാ മൗലികാവകാശങ്ങളും വ്യക്തികൾക്ക് ഉള്ളതാണ് എങ്കിൽ ഈ ആർട്ടിക്കിൾ 26 പറയുന്ന അവകാശങ്ങൾ ഈ റിലീജിയസ് ഡിനോമിനേഷന് അടിയിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഉണ്ട്. ഫ്രാൻസിസ്കാൻ മിഷണറീസ് ഓഫ് മേരി എന്നാണ് അതിൻ്റെ പേര്. അതിൽ നൺസ് മാത്രമേ കാണൂ. ഒരാൾ ആ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തിക്ക് സിവിൽ ഡെത്ത് സംഭവിക്കും. സിവിൽ ഡെത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വാക്കായിട്ട് മാറി നവീൻ ബാബു കേസിന് ശേഷം. അതായത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു പ്രോപ്പർട്ടിയും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പേര് സ്വന്തം എന്ന് പറയാൻ ഒന്നും പാടില്ല. അപ്പോൾ അവരൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെയും അവർക്ക് കിട്ടുന്ന ശമ്പളം പോലും അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. അതാ മത സംഘടനയിലേക്ക് പോകും. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു കേസ് വന്നു. ഈ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇൻകം ടാക്സ് വേണമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഞങ്ങളൊരു റിലീജിയസ് ഡിനോമിനേഷനാണ്, അതുകൊണ്ട് എനിക്ക് ആർട്ടിക്കിൾ 26 പരിരക്ഷ തരണം, എൻ്റെ നിന്ന് ഇൻകം ടാക്സ് പിടിക്കാൻ പാടില്ല. ഹൈക്കോടതി അനുവദിച്ചു, അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട. അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 26 ഓരോ മതപരമായ ഡിനോമിനേഷനും കൊടുക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ അവർക്ക് പൊതുവിശ്വാസം കാണും, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണും. പക്ഷേ നമ്മുടെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതിന് പൊതുവിശ്വാസമുണ്ട്. ഇപ്പം മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെയും നൂറുകണക്കിന് മുസ്ലിം ഉപമത വിഭാഗങ്ങളില്ലേ, അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ മേൽനോട്ടം, അവരുടെയൊക്കെ വഖഫുകൾ മേൽനോട്ടം വഹിക്കുന്ന ഒരു ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ ഒരു കോമൺ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇത് ആൾക്കാരുടെ കൂട്ടായ്മ ആണ്, മതപരമായ പ്രത്യേക വിശ്വാസങ്ങളുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ആണ് നമ്മുടെ ഈ റിലീജിയസ് ഡിനോമിനേഷൻ. സോ അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് വന്നിട്ട് ഒരിക്കലും ഈ ആർട്ടിക്കിൾ 26 അടിയിൽ പറയുന്ന അവകാശത്തിന് അർഹതയുള്ള ഒരു ബോഡി അല്ല. ഇതൊരു ബോഡി കോർപ്പറേറ്റ് മാത്രം. അപ്പോൾ ഈ വരുന്ന അമെൻമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ യാതൊരു മതപരമായ അവകാശങ്ങളെയും ലംഘിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മതസംഘടന അല്ല എന്നാണ് നിയമം പറയുന്നത്. ഇതൊക്കെ 7ഉം 9ഉം ഒക്കെ ജഡ്ജിമാരിരുന്ന സുപ്രീം കോടതി ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിലിട്ടൊന്നും പറയുന്നതല്ല. അപ്പോൾ നമ്മൾ അതിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന അമെൻമെൻറ്റിലെ ഒരൊറ്റ അമെൻമെൻറ്റിനെ പോലും ആർക്കും കോടതികളിൽ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നിയമ ഭേദഗതിയും വന്നിട്ട് ഭരണഘടനാപരമാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. ഇവൻ പെട്ടെന്ന് പ്രമേഫേസി നമുക്ക് തോന്നും ഈ വഖഫ് ബോർഡിൽ ഹിന്ദുക്കളെ 2 പേര് വേണമെന്ന്. തെറ്റല്ലേ? ശരിയാണ്, തെറ്റാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് നിയമപരമായ അല്ല. നിയമപരമായി അത് 100% ശരിയാണ്. ഈ വഖഫ് ബോർഡിൽ ഹൈന്ദവർ വേണം, അത് നിയമപരമായി 100% ശരിയാണ്. അത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കോടതിയിൽ. പക്ഷേ എന്തായാലും നിയമപരമായ വശം എന്താണ്? അതിന് വഖഫ് ബോർഡിന് മതമില്ല, അതൊരു മതമില്ല, അതൊരു മതേതര സർക്കാരിന്റെ ഒരു ടൂളാണ്, ഒരു ഓർഗനാണ്. അതിൽ ആർക്കും വരാം, കോടതി നിലനിൽക്കത്തില്ല. പക്ഷേ നമ്മൾ ധാർമ്മികമായി നോക്കുമ്പോൾ ഈ മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചോളം, അവരെ സംബന്ധിച്ചോളം വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അവരൊരു മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ 20 പേർക്കിടയ്ക്ക് 2 ഹിന്ദുക്കളെ കൊണ്ടിരുത്തിയിട്ട് എന്ത് നേടാനാണ്? അവരുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യാന്നല്ലാതെ അതിൽ നിന്ന് യാതൊന്നും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ വരുന്ന നിയമം ഭേദഗതികൾ അതുപോലെ നടപ്പിലാക്കിയതിന് ശേഷം ഈ ഒരു ക്ലോസ് എടുത്ത് മാറ്റുക, അവരെ പാടിന് വിടുക. എന്തായാലും മുസ്ലിങ്ങൾ തന്നെ വഖഫ് നോക്കട്ടെ, ഹിന്ദുക്കൾ ദേവസ്വം ബോർഡ് നോക്കട്ടെ, ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികൾ നോക്കട്ടെ. അപ്പോൾ എന്നാലല്ലേ നമുക്ക് ഒരു മതേതര രാജ്യത്ത് എല്ലാവർക്കും ഒരു സൗഹാർദ്ദത്തോട് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ ഈ വഖഫ് ആക്റ്റിൽ, ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് വന്നിട്ട് ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു കാൾ ഇറ്റ് എസ് എ ഡ്രാക്കോണിയൻ ലോ. നമ്മൾ ഭരണഘടനയെ ഒരു സൈഡിൽ പഠിച്ചതിന് ശേഷം ഇതിൽ ഓരോ പ്രൊവിഷനും നോക്കുമ്പോൾ ഇത് എങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ വഖഫ് ആക്ട് ഇപ്പം നിലവിലുള്ളത്. അതായത് സെക്ഷൻ 40 പ്രകാരം ഇപ്പോൾ സാറിൻ്റെ വസ്തു വഖഫ് ബോർഡ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന എല്ലാ അവകാശവും നഷ്ടപ്പെടും. 2 അവകാശം മാത്രം ബാക്കി കാണും. റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. സാറിൻ്റെ ദുർവിധി ഓർത്ത് ആലോചിക്കാം, അത് എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെ കരഞ്ഞു തീർക്കാം. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ടിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.